നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. യെശയ്യാവ് 9:6 സ്നേഹവും സമാധാനവും നിറഞ്ഞ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ അത്ഭുതകരമായ ദാനത്തെ നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന്റെ തെളിവാണല്ലോ യേശുക്രിസ്തുവിന്റെ ജനനം. ലൂക്കോസ് 2:10 ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് പറയുന്നു. ഈ വചനത്തിലൂടെ ലോകം കുരുങ്ങിയ ദുഃഖത്തിന്റെയും അനിശ്ചിതത്തിന്റെയും ഇടയിൽ ദൈവം നമ്മളോട് പറയുന്നത് ഇത് തന്നെ: ഭയപ്പെടരുത്. നമുക്ക് ലഭിക്കുന്ന ഈ ദൈവിക വാക്ക് ഇന്നും യഥാർത്ഥമാണ്. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറവിയെടുത്ത യേശുക്രിസ്തു എളിമയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ്. സ്വർഗത്തിലെ മഹത്വം ഉപേക്ഷിച്ച് ദൈവപുത്രൻ ഭൂമിയിൽ പിറവിയെടുത്തത് മനുഷ്യരെ രക്ഷിക്കുവാനും അനന്ത സ്നേഹം അറിയിക്കുവാനുമാണ്. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നു. ഈ വാക്യത്തിലൂടെ നമ്മെ ദൈവം എത്രമാത്രം സ്നേഹിച്ചു എന്ന് കാണാൻ സാധിക്കും. നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഈ സ്നേഹം കൈമാറുവാനും പരസ്പരം സഹായം ചെയ്യുവാനും കരുണയും സ്നേഹമൂല്യങ്ങളും പ്രചരിപ്പിക്കുവാനും സാധിക്കട്ടെ. മാലാഖമാർ സ്വർഗത്തിൽ പാടിയത് ഭൂമിയിൽ സമാധാനം ഉണ്ടാകട്ടെ എന്നതായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, സമൂഹത്തിൽ എത്രമാത്രം അശാന്തി നിറഞ്ഞിരിക്കുന്നു. ഈ ക്രിസ്തുമസിൽ നാം ദൈവത്തിന്റെ ശാന്തിയും സമാധാനവും ഏറ്റുവാങ്ങി അത് മറ്റുള്ളവർക്കും പകരാനാവട്ടെ. യേശുവിന്റെ ജനനം നമ്മെ പ്രകാശവാഹികളാക്കട്ടെ. ഏവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.